നമസ്കാരം. അങ്ങനെ രണ്ടു മൂന്ന് വീക്കെൻഡുകൾക്ക് ശേഷം ഒരുവിധം ബെറ്റർ ആയിട്ടുള്ള ഒരു വീക്കെൻഡ് ആയിരുന്നു ഇന്ന്. അതായത് കഴിഞ്ഞ ആഴ്ച നടന്ന പല കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു, ശിക്ഷ കൊടുക്കാനുള്ളവർക്ക് ശിക്ഷ കൊടുത്തു എന്നുള്ളതാണ്. പിന്നെ കഴിഞ്ഞ ആഴ്ചയൊക്കെ വേറെ ഒന്നും നടക്കാത്തത് കൊണ്ട് വീക്കെൻഡിൽ ഒന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ ശരണ്യ പുറത്തായിട്ടുണ്ട്. പിന്നെ അപ്പൊ ഇവിടെ ഏറ്റവും എടുത്തു പറയാനുള്ളത് നമ്മുടെ റസ്മിനെ കുറിച്ചാണ്. റസ്മിന് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ അണ്ണാക്കിലിട്ട് കൊടുക്കും പോലെ രീതിയിൽ റസ്മിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. റസ്മിനെ എന്ത് ചെയ്തു, യെല്ലോ കാർഡ് കാണിക്കുകയും 2 ആഴ്ച തുടർച്ചയായിട്ട് നോമിനേഷനിൽ ഇടുകയും ചെയ്തു. മനസ്സിലായോ? ആ റസ്മിന്റെ ഒക്കെ മുഖം എനിക്കിങ്ങനെ കണ്ടിട്ടുണ്ട്. ആ റസ്മിന് ഇപ്പോഴും ഒരു അഹങ്കാരത്തിന്റെ ഒരു മുഖമാണ് അവൾക്ക് ഉള്ളത് എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഉടനീളം പിന്നെ അതെങ്കിലും കൊടുത്തല്ലോ. എനിക്കിത് പുറത്താക്കില്ലെന്ന് എന്തായാലും അറിയാമായിരുന്നു, പക്ഷെ ഇതെങ്കിലും കൊടുത്തല്ലോ, വളരെ ഉപകാരം. നന്ദിയുണ്ട് ലാലേട്ടൻ, നന്ദിയുണ്ട്. ഇതെങ്കിലും കൊടുത്തല്ലോ. അത്രയുള്ള അഹങ്കാരത്തിന് കുറച്ചെങ്കിലും ഒരു അടി വേണം എന്നുള്ളതാണ്. പിന്നെ ഇവിടെ പിന്നെന്താണ്, ഈ സാബുമോനും നമ്മുടെ ശ്വേതോ മേനോനും വന്നിട്ട് എന്ത് ചെയ്തു, അവിടെ നടന്നത് അന്നത്തെ അത് ബിഗ് ബോസ് വീട്ടിനകത്ത് വന്നതിൽ നിന്നും വളരെ വളരെ വ്യത്യസ്തമായിരുന്നു സാബുമോന്റെ ഇന്നത്തെ അഭിപ്രായങ്ങൾ. അവിടെ വെച്ച് എല്ലാവരും സോപ്പിട്ട് ഈ പറയുന്ന മുല്ലപ്പൂവിനെയൊക്കെ ഇങ്ങനെ പുഷ്പിച്ചുകൊണ്ട് നിന്ന സാബുമോൻ ഇന്ന് വന്നിട്ട് ഈ പറയുന്ന മുല്ലപ്പൂനെയും ജിന്റെയും തൊട്ടിട്ടില്ല, അവരെ ഇപ്പോഴും പോയിട്ടേ. ബാക്കി പവർ ടീമിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അൻസിബ അടങ്ങുന്ന പവർ ടീം, അൻസിബ, റസ്മിൻ, ഈ പറയുന്ന നോറ, അതിന്റെ കൂടെ ഋഷി, ഇവരെല്ലാം നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ പറയുന്ന നോറയെ ഒരുവിധം എന്ത് ചെയ്തിട്ടുണ്ട്, അവർ സേഫ് ആക്കി, കുഴപ്പമില്ല എന്നുള്ളത് അത് ഒരു തരത്തിൽ നമുക്ക് സമ്മതിക്കാം. കാരണം ആ പവർ ടീമിൽ ഉള്ളതിൽ വെച്ച് നോറയാണ് ഇത്തിരി പുറത്തിറങ്ങിയെങ്കിലും ചെയ്തത്. പുറത്തിറങ്ങി ആരുടെങ്കിലും സംസാരിച്ചത് നോറ മാത്രമേ ഉള്ളൂ. ആ പറയുന്ന അൻസിബ മൊത്തം ആ പവർ ടീമിന്റെ കാട്ടിലിൽ മലന്ന് കിടക്കുകയായിരുന്നു. അത് ഈ പറയുന്ന ആര് പറഞ്ഞു, സാബുമോൻ പറയുകയും ചെയ്തു. കണ്ടിന്യൂസ് 24 മണിക്കൂറും ഈ പവർ ടീം എന്തായിരുന്നു, നമ്മുടെ പവർ റൂമിനകത്ത് മലന്ന് കിടക്കുകയായിരുന്നു. അവിടെ ഇരുന്ന് ഓർഡർ ഇടുക, ഗസ്റ്റിന് കൊടുക്കാനുള്ള പിന്നെ കിച്ചണിൽ നിന്ന് അവർക്ക് വേണ്ടിയുള്ള ആഹാരങ്ങൾ പാചകം ചെയ്ത് കഴിക്കുക. സത്യം പറഞ്ഞാൽ എന്താണ്, ഒരു മറ്റുള്ള പിന്നീട് അവിടെയുള്ള തൊഴിലാളികളെ ഒരു അടിമകളെ പോലെയാണ് ഇവർ കണ്ടിരുന്നുവെന്നും ഇവർക്കൊക്കെ ഭയങ്കര ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നുവെന്നും പിന്നെ ആർക്കും പരസ്പരം അങ്ങോട്ടും ഒരു സെൽഫ് റെസ്പെക്ട് ഇല്ല എന്നും പറഞ്ഞു. ഒരുപാട് കൊടുത്തു. അതായത് ഇവിടെ എന്താണ് പറയുന്നത്, ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ നിന്നും പറഞ്ഞു ഞാൻ വന്നു, പക്ഷേ അങ്ങനെയൊന്നും ആയിരുന്നു. ബസ് സ്റ്റാൻഡിന്റെ ബേക്കിലുള്ള അമ്മിണിയമ്മയുടെ എന്തോ അല്ലേ, അങ്ങനെ ഒരു അങ്ങനെയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു വൃത്തി എന്ന് പറയുന്നത് 4-7 അയലത്ത് പോയിട്ടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് അൻസിബേനൊക്കെ നല്ല രീതിയിൽ, അതുപോലെ തന്നെ മുടിയനെ ഇന്ന് കൊലവിളിച്ച വിട്ടിരിക്കുന്നത്. മുടിയന ഈ സാബു ആയിക്കോട്ടെ, ഈ പറയുന്ന ശ്വേതം ആയിക്കോട്ടെ, പിന്നെ ലാലേട്ടൻ ആയിക്കോട്ടെ, എല്ലാവരും കൂടി മുടിയനിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ. നീ ഡിപ്പെൻഡഡ് ആണ്, നീ മറ്റുള്ളവരെ പപ്പറ്റാണ്, മറ്റുള്ളവരെന്താണ് ആരെങ്കിലും ചെവിയിൽ ഓതിക്കൊടുക്കുന്നത് മാത്രം പറയുന്നവനാണ് എന്നുള്ള രീതിയിൽ. പിന്നെ അത് പിന്നീട് അൻസു പറയുന്നത് അതൊക്കെ അവിടെ ആൾക്കാർ പറയുന്നതാണ്. ലാലേട്ടൻ പറഞ്ഞു, ഇവിടേക്കിങ്ങനെ എല്ലാവരും പറയുന്നത്, ഇത്രയും പ്രേക്ഷകർ പറയുന്നത് വെറുതെ അവർക്ക് തോന്നിയതായിരിക്കും എന്ന് ലാലേട്ടൻ പറയുമ്പോഴൊക്കെ അൻസിബയുടെ മുഖം പോകുന്നത് കാണണമായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ അപ്സരയും വന്ന് ഈ അൻസിബയുടെ സംസാരങ്ങൾ, അൻസിബ പല രീതിയിൽ പല ഡബിൾ സ്റ്റാൻഡുകളാണ് അൻസിബ എടുക്കുന്നത്. മനസ്സിലായി? അതായത് ഏറ്റവും ഉത്തമ ഉദാഹരണമാണെങ്കിൽ എന്ത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്സരയുടെ പേര് പറഞ്ഞപ്പോൾ അൻസിബ പറയുന്നത്, അയ്യോ അപ്സര ജയിൽ നോമിനേറ്റ് അവിടെ നല്ല രീതിയിൽ കളിച്ചത് അപ്സരയാണെന്ന് പറയുകയും, ഈ പറയുന്ന നമ്മുടെ മുടിയൻ വന്നിട്ട് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി അപ്സരയുടെ പേര് പറഞ്ഞതിന് ശേഷം ഞാൻ എടുത്ത തീരുമാനം ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ അൻസിബ മുടിയനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പിന്നെ എനിക്കൊരു തീരുമാനം കറക്റ്റാണ്, അവിടെ എന്താ ഇവിടെ ചെയ്തത് എന്ന് പറയുന്ന ഡബിൾ സ്റ്റാൻഡ്. അതുമല്ല എന്താണ് ഇവിടെ ശരണ്യ, അതായത് ഇവിടെ ഈ ജാസ്മിനും നമ്മുടെ റസ്മിനും തമ്മിലുള്ള അടിയുടെ സമയത്ത് എന്ത് ചെയ്തു, പിന്നീട് അപ്സര പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്, ജാസ്മിന്റെ അടുത്തല്ല അവള് പോയത് എവിടെയാണ്, ഇവിടെ പോയത് പിന്നെ റസ്മിന്റെ അടുത്താണ് പോയത്. റസ്മിനെ ആശ്വസിപ്പിക്കാനാണ് അവിടെ ശ്രമിച്ചത്. അതുമല്ല അവിടെ അപ്സര വന്നപ്പോൾ അപ്സരെ പറഞ്ഞു വിട്ട് നീ എന്തിനു ഇവിടെ നിൽക്കുന്നു പറഞ്ഞു വിടുകയും അതിനുശേഷമുള്ള കോൺവെർസേഷനിൽ അപ്സര കൃത്യമായിട്ട് പറഞ്ഞു, ഇവള് പറഞ്ഞു അവൾ അവിടെ മാസ് കാണിക്കാൻ വേണ്ടി വന്നു, ഞാൻ അവളെ പറഞ്ഞു വിട്ടു എന്നുള്ളത്. അത് അൻസു പറഞ്ഞു, എനിക്കത് മറന്നുപോയി ലാലേട്ട, ഞാൻ അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അങ്ങനെയുള്ള ഡബിൾ സ്റ്റാൻഡുകൾ എടുത്ത് പറയണമെങ്കിൽ അൻസിബയുടെ കുറെ ഡബിൾ സ്റ്റാൻഡുകൾ പുറത്തു വന്നിട്ടുണ്ട്. അൻസിബ ഇതുപോലെ തന്നെയാണ് പിന്നെ റോക്കിയും സുജയുമായിട്ടുള്ള ഇൻസിഡന്റിലും ഇത് തന്നെയായിരുന്നു ചെയ്തത്. അതായത് ഇടി
കിട്ടിയവനെ തള്ളി പറയും, ഇടി കൊടുത്തവനെ ഒരു ഹീറോ പരിവേഷം കൊടുക്കുകയും ചെയ്ത ഒരു ക്യാരക്ടറാണ് അൻസിബ. ഇതൊക്കെ ഉള്ളൂ അൻസിബയുടെ ഒരു പ്രശ്നം. ഭയങ്കര ഒരു ഗ്രഡ്ജ് മനസ്സിനുള്ളിൽ വെച്ച് സംസാരിക്കുന്നു. പക്ഷെ സംസാരിക്കുമ്പോൾ പലപ്പോഴും പോയിന്റുകൾ സംസാരിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു സംഭവമാണ്. പക്ഷെ ഒരുപാട് ഗ്രഡ്ജും ഒരുപാട് വിഷവും ഉള്ളിലുള്ളതായിട്ട് നമുക്ക് പലപ്പോഴായിട്ട് തോന്നുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ പവർ ടീമിനെ പൊളിച്ചടുക്കി, പവർ ടീമാണ് ലാലേട്ടൻ തന്നെ പറയുന്നത് ഇതൊരു ഫണ്ണല്ലേ, അതല്ല ഇവരെന്ന അപ്സര അടങ്ങുന്ന ടീം, ആ ടീമിനെ എല്ലാവരും നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചു. അവർ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തു. അവർ ഈ റോബോട്ടിന്റെ ചിപ്പും കാര്യങ്ങളൊക്കെ മാറ്റിയപ്പോഴൊക്കെ അവർ പുതിയൊരു ഒരു ഫണ്ടിന് വേണ്ടിയിട്ട് ശ്രമിച്ചു. നിങ്ങൾ എന്തുകൊണ്ട് അതിനെ തടസ്സം നിന്നു എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 1-2 ആഴ്ചത്തേക്ക് വെച്ച് അനത്താനുള്ള സംഭവം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏത് പവർ ടീമിന്. അത് പറയുന്നതൊക്കെ കറക്റ്റ് തന്നെ. അതുപോലെ തന്നെ ഋഷിയെ ജയിലിലേക്ക്, അത് എന്റെ അഭിപ്രായത്തിൽ ഋഷിയെ ജയിലിലിടുന്ന ഏറ്റവും അർഹനായ ഒരു വ്യക്തി ഋഷി തന്നെയായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. കാരണം സ്വന്തമായിട്ടുള്ള തീരുമാനം എടുക്കണം ഇനിയെങ്കിലും, ഇതെങ്കിലും കേട്ടുകൊണ്ട്. അപ്പം ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്ന ആരൊക്കെ ലാലേട്ടൻ പറഞ്ഞു, സാബുമോൻ പറഞ്ഞു, ശ്വേതാമേനൻ, ഇതൊക്കെ ഋഷിയെ കുറിച്ച് പറഞ്ഞു. നീ എന്ത് ചെയ്യണം, മറ്റുള്ളവരുടെ വാക്ക് കേട്ടാണ് പിന്നീട് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന്. അത് ഈ പറയുന്ന അൻസിബയെ പൊക്കി നിർത്തിക്കൊണ്ട് ലാലേട്ടൻ അൻസിബയുടെ വായിന്ന് അറിയാതെ വീഴുന്നു എന്നൊരു കാര്യമുണ്ട്. എന്തോ ഒരു സംഭവത്തിന് ഞാൻ അവന്റെ അടുത്ത് ഇങ്ങനെ അവൻ അവിടെ നിൽക്കാൻ അവൻ ഭയങ്കര മടിയനാണ്, ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ അല്ലെങ്കിൽ പിടിച്ചു. അപ്പൊ താങ്കൾ പറഞ്ഞു കൊടുത്തു, അത് അവന് ചിന്തിക്കാനുള്ള അല്ലെങ്കിൽ ആലോചിച്ചെടുക്കാനുള്ള ഒരു തീരുമാനം എടുക്കാനുള്ള കഴിവ് അവനില്ലേ എന്നൊക്കെ അവൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെ എല്ലാവർക്കും അടി തെറ്റി അല്ലെങ്കിൽ അടി പതറിയ നിമിഷങ്ങളായിരുന്നു അവിടെ നടന്നത്. ഇതിന്റെ ഇടയിൽ കൂടിയൊക്കെ ലാലേട്ടൻ ഈ പറയുന്ന നമ്മുടെ നോറയെ നല്ല രീതിയിൽ പൊക്കിയിട്ടുണ്ട്. നോറ എവിടെയൊക്കെ പൊക്കാനുള്ള അവസരം കിട്ടും അവിടെയൊക്കെ ഇവർ നോറയെ പൊക്കുന്നുണ്ട്. നോറ ജാസ്മിനോട് പിന്നീട് മാപ്പ് പറയാൻ വന്നത് അത് നല്ല നിങ്ങൾ പറഞ്ഞ കറക്റ്റ് അല്ല, അതിനെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നോറയുടെ ഭാഗത്തായിരുന്നു ശരിയെന്ന് അത് ക്ലിയർ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ലാലേട്ടനൊക്കെ ഒരുപാട് ശ്രമിക്കുന്നതായിട്ട് കണ്ടു. അതുമല്ല അവരുടെ ആ പാട്ട് ഒരു കവിത കൊടുത്തല്ലോ, ആ കവിത പാടിയപ്പോഴൊക്കെ അടിപൊളിയായിരുന്നു, സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിചാരിച്ചു ഇനി അവർക്ക് തന്നെ പ്രൈസ് കൊടുക്കുമോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി. കാരണം അങ്ങനെയാണ് കുറെ ആഴ്ചകളായിട്ട് ലാലേട്ടൻ വരുമ്പോൾ ലാലേട്ടന് ഈ പറയുന്ന നോറയുടെ അടുത്തുള്ള ആറ്റിറ്റ്യൂഡ്, നോറയുടെ അടുത്ത് അവർ പെരുമാറുന്ന രീതി, നോറയുടെ അടുത്ത് അവർ സംസാരിക്കുന്ന രീതിയൊക്കെ വളരെ വ്യത്യസ്തമാണ്. ഇതുവരെങ്കിലും നോറയെ വഴക്ക് പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. നോറ എപ്പോഴും പൊക്കി ഒരുമാതിരി ഒരു ചെല്ലക്കുട്ടിയെ പോലെ താളോലിക്കുന്നതായിട്ടാണ് എനിക്ക് ഇതിലും വളരെ ഇതായിട്ട് ഫീൽ ചെയ്തത്. അത് ലാലേട്ടൻ വരുമ്പോൾ കുറച്ച് ഇളക്കം കൂടുതലാണ് നോറയ്ക്ക്. കാരണം ആ ഇളക്കം കൂടാനുള്ള കാരണം ലാലേട്ടനാണ്. ലാലേട്ടൻ അവളുടെ അടുത്ത് എപ്പോഴും പ്ലീസ് ആയിട്ട് സംസാരിക്കും, അവളുടെ അടുത്ത് വളരെ വാത്സല്യത്തോടെ സംസാരിക്കും, അവളെ കുറെ തമാശ അടിക്കുകയും അവൾ ചെയ്തതൊക്കെ കൊള്ളാം എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു. അപ്പൊ എങ്ങനെയും നോറയും കൂടി ടോപ്പ് 5ലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടക്കുന്നത്. നോറയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. നോറയുടെ ഭാഗത്ത് തെറ്റുകളുമുണ്ട്, ശരിയുമുണ്ട്. ഇവിടെ നോറയുടെ ശരികൾ മാത്രമേ ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ, നോറയുടെ തെറ്റുകളൊന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഈ പറയുന്ന ജാസ്മിൻ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഇവളെ എപ്പോഴും വന്നിട്ട് ഇന്നലെ സോറി പറഞ്ഞില്ല, സോറി പറഞ്ഞ് ഇത് പറയാൻ വേണ്ടിയിട്ടാണ് അവൾ ഈ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ജാസ്മിൻ അടുത്ത് വന്നത്. എന്തുകൊണ്ട് ജാസ്മിൻ കേട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയാൻ ആവശ്യമില്ല. കാരണം ഇതിനു മുമ്പേയും ഇവള് ഇതുപോലെ യഥാർത്ഥത്തിൽ സോറി പറയാൻ വന്ന ആരുടെ ഇൻഫ്ലുവൻസ്, ഞാൻ പറഞ്ഞത് സാബുമോൻ ഇൻഫ്ലുവൻസ് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇവൾ എന്ത് ചെയ്തത്, ഇവിടെ സോറി പറയാൻ വേണ്ടി വന്നത്. അല്ലാതെ അവിടെ പറയത്തില്ല, അവളുടെ ഉള്ളിനകത്ത് ഗ്രഡ്ജ് ഇപ്പോഴും ഉണ്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ മുമ്പ് ഈ പറഞ്ഞ പോലെ എന്താണ്, ഇവളെന്തോ ചായ എന്തോ ഇട്ട് കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ ഒരിക്കൽ വന്നിട്ട് പിന്നെ താങ്ക് യു എന്ന് പറഞ്ഞപ്പോൾ അത് ഇവള് ജാസ്മിൻ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് പറഞ്ഞതാണെന്നും പറഞ്ഞു വരുത്തി അവിടെ ഒരു ബഹളം ഉണ്ടാക്കിയ ഒരാളാണ് നോറ. അതുകൊണ്ട് തന്നെ ആ ഒരു സംഭവത്തിൽ, അതായത് ജാസ്മിൻ ഇപ്പൊ പറഞ്ഞ സംഭവം ജാസ്മിന്റെ കൂടെ നിൽക്കില്ല. ഇങ്ങനെയൊക്കെ ഇത്രയും ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് സോറി പറയുന്ന ഒരു ആത്മാർത്ഥമായിട്ടാണ് അവിടെ വന്ന് സോറി പറയാൻ വന്നത് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അത് ആർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. മനസ്സിലായോ? പിന്നെ ഈ കവിതയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്, കവിത അവിടെ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തത് ഷിജോയും ജാസ്മിൻ തന്നെയാണ്. കാട്ടതയും തുമ്മലും അങ്ങനെ എന്തോ പറഞ്ഞിട്ട് നല്ല രീതിയിൽ അവർ ഡാൻസ് കളിക്കും. ആ പാട്ടിന്റെ ആ മോഡുലേഷൻ കാര്യങ്ങളൊക്കെ, ആ ഒരു ടൂണും കാര്യങ്ങളൊക്കെ വളരെ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ടോട്ടലി നോക്കുന്ന കവിത എന്ന് പറഞ്ഞ സെഗ്മെന്റ് വളരെ ബോറായിരുന്നു എന്ന് പറയാം. പക്ഷെ തമ്മിൽ ഭേദം തൊമ്മൻ എന്നുള്ള രീതിയിൽ ജാസ്മിനും സിജയും കളിച്ചതായിരുന്നു ബെറ്റർ എന്നുള്ളതാണ്. പിന്നെ സിജോയുടെ കേസിൽ ഈ പറഞ്ഞ റസ്മിനും പിന്നീട് ആരാണ് നമ്മുടെ ജാസ്മിനും തമ്മിലുള്ള ഇഷ്യൂവിനെ കുറിച്ച് ചോദിച്ചു. ഷിജോ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഇനി ആരായാലും എനിക്കിങ്ങനെ ഒരു
സംഭവം വന്നിട്ടുണ്ട്. ഞാനത് അനുഭവിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഇവിടെ ആരായാലും ഇതുപോലുള്ള ഒരു ഫിസിക്കൽ അസാൾട്ട് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ അത് ഉറപ്പായിട്ടും പരാതിയായിട്ട് പറയുമെന്ന്. ഞാൻ അർജുന്റെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാനും നീയും സുഹൃത്താണ്. നമ്മൾ തമ്മിൽ നാളെ എന്തെങ്കിലും ഒരു വഴക്ക് നേരിടേണ്ടി വരും, അല്ലെങ്കിൽ ഒരു വഴക്ക് കൂടുമ്പോൾ നീ എന്റെ നേർക്ക് കൈ പൊക്കുമോ എന്നുള്ളതാണ്. അതായത് നോറയും ജാസ്മിനും തമ്മിൽ അത്രയ്ക്ക് വലിയ ഫ്രണ്ട് ആയിരുന്നു എന്ന് നമുക്ക് തോന്നുന്നു. രണ്ടുപേരെ മനസ്സിനകത്തും എന്തുണ്ട്? ഈ പറയുന്ന കരടുണ്ട്. റസ്മിന്റെ അകത്ത് മനസ്സിനകത്ത് വരുന്ന കരട് ജാസ്മിൻ പുറത്ത് നല്ല നെഗറ്റീവ് ആണെന്ന് പലരായിട്ട് ഈ വരുന്ന വൈൽഡ് കാർഡ് ആയിട്ട് പലരുമായിട്ട് വന്നറിഞ്ഞ അറിവാണ്. അതായത് ജാസ്മിൻ പുറത്ത് വലിയ നെഗറ്റീവ്, ഞാൻ ഇനി അവളെ കൂട്ടത്തിൽ നിന്നാൽ ഞാനും നെഗറ്റീവ് ആവും എന്നുള്ള ചിന്ത. അതിനോടൊപ്പം ആരാണ് ഈ പറഞ്ഞ യവൻ പോയപ്പോൾ ഗബ്രി പുറത്തായപ്പോൾ ഉണ്ടായ പേടിയും കൂടി. കൂടെ നിന്ന ഗബ്രിയെ ജനങ്ങൾ എടുത്തെറിയണമെങ്കിൽ ഞാൻ കൂടെ നിന്നാൽ എന്നെയും എടുത്തെറിയും എന്നുള്ള ചിന്തയിൽ നിന്നൊക്കെ പിന്നെ പുറത്ത് വന്ന ഒരു വൈരാഗ്യവും ഒരു ദേഷ്യവുമാണ് അന്ന് അവിടെ ആര് തീർത്തത്? ഈ പറഞ്ഞ ജാസ്മിനോട് തീർത്തത്. അത് ആ വൈരാഗ്യം ഇനി പോയിട്ടൊന്നുമില്ല. ആ വൈരാഗ്യം ഇനിയുമുണ്ട്. ഇനി 2 ആഴ്ച ഇവിടെ തുടർച്ചയായിട്ട് നോമിനേഷൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ അടുത്ത ആഴ്ച പോകാനുള്ള ഒരു ചാൻസ്. കാരണം അത്രയ്ക്ക് വെറുത്ത ജനങ്ങൾ ഇപ്പം നിൽക്കുന്നതിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു കക്ഷിയാണെന്ന് വെച്ചാൽ നോറയായിരിക്കും. ഈ പറയുന്ന റസ്മിനായിരിക്കും അല്ലെ. റസ്മിന് അത്രയ്ക്ക് പ്രേക്ഷകരുടെ വെറുപ്പ് സമ്പാദിച്ചിട്ടുണ്ട് റസ്മിൻ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ച പോകുന്നത് റസ്മിനായിരിക്കും എന്നുള്ളതും ആണ്. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്ന് എനിക്ക് പിന്നെ പെട്ടെന്നൊരു എന്റെ ഓർമ്മയിൽ വന്നത് പറഞ്ഞതാണ്. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.